ക്രിസ്തുയേശുവിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. വചനം തീയായിട്ട് പടരാൻ നമ്മളാലാവത് ചെയ്യണം. ഇത് ആഗമനകാലമാണല്ലോ. സക്രിയ എലിശബത്ത് ദമ്പതികൾക്ക് മക്കളില്ലാതെ അവർ അനേക വർഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരം നൽകിയില്ല. അവർ നിരാശരായില്ല, അവർ പ്രാർത്ഥനയിൽ തുടർന്നു. പിന്നീട് അവർ ആ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുകയാണ് ചെയ്തത്. പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലം തരുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. മക്കളില്ലാത്ത എത്രയോ കുടുംബങ്ങള് നമ്മളുടെ ഇടയില്, നമ്മളുടെ അറിവില് ഒക്കെ ആയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത അനേകം ദമ്പതിമാര് നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ സക്രിയ പുരോഹിതൻ, അദ്ദേഹം ലേവ്യ വംശത്തിലുള്ളതായ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എലിശബത്തും അഹറോന്റെ പുത്രിമാരിൽ ഒരാളാണ്. രണ്ടുപേരും വൈദിക ഭാര്യമുള്ളവരാണ്. അവരുടെ ജീവിത സായാഹ്നത്തിന്റെ സമയത്ത് കർത്താവിന്റെ ദൂതൻ സക്രിയ മദ്ബഹായിലെ ശുശ്രൂഷ അർപ്പിക്കുമ്പോൾ അവനെ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിനക്ക് എലിശബത്തില് ഒരു മകൻ ജനിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. എലിശബത്ത് അതുവരെയും മച്ചി എന്നാണ് അവളെ ചുറ്റുമുള്ളവര് അറിഞ്ഞും പരിഹാസരൂപനെ വിളിച്ചുകൊണ്ടിരുന്നു. അവൾ മറ്റുള്ളവർക്കൊരു പരിഹാസപാത്രമായിരുന്നു. അന്നത്തെ യഹൂദ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അന്ന് മക്കളില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവരെ വെറുക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരായിട്ടും കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു, ഒരു യാഥാസ്ഥിക സമൂഹമായിരുന്നു. അവിടെയാണ് ഈ എലിശബത്ത് വളരെയധികം വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കാലങ്ങൾ നീക്കിപ്പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ദൈവം ഇടപെടുവാനായിട്ട് ഒരു സമയമുണ്ട്. അനേക വർഷങ്ങള് സക്രിയ പുരോഹിതനും എലിശബായും ദൈവത്തോട് ഒരു മകനെ അല്ലെ മകളെ തരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കർത്താവ് പ്രാർത്ഥന കേൾക്കാതിരുന്നതല്ല. പക്ഷെ കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരു ദിവസമുണ്ട്. അവന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ സമയത്ത് അവൻ അത് പ്രവർത്തിച്ചിരിക്കും, നമുക്ക് ഫലം തന്നിരിക്കും. ഇവിടെ ജീവിത സായാഹ്നത്തോട് അടുത്ത സമയത്താണ് കർത്താവിന്റെ ദൂതൻ സക്രിയ പുരോഹിതന് ദൂത് കൊടുക്കുന്നത്. അതുവരെ മറ്റുള്ള മുമ്പില് നിന്ന പരിഹാസപാത്രമായിരുന്ന അവന്റെ ഭാര്യ എലിശബത്തിനെ ദൈവം ഒരു നിമിഷം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാനപാത്രമാക്കി മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങള് നിങ്ങൾ ധ്യാനിക്കണം. നിങ്ങളിൽ മക്കളില്ലാത്തവരായിട്ടുള്ള ദമ്പതികള് ഈ വചനഭാഗം എല്ലാ ദിവസവും നിങ്ങൾ മനനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കണം: കർത്താവേ,
എന്നെ നീ മറ്റുള്ള മുമ്പില് നിന്ന പരിഹാസപാത്രമാക്കി മാറ്റരുതേ. ഞാൻ ഇത്ര നാള് നിന്നോട് പ്രാർത്ഥിച്ചു. നിന്റെ ഇഷ്ടം എപ്പോഴോ ആ സമയത്ത് നീ എന്നിൽ പ്രവർത്തിക്കണമേ. മക്കൾ യഹോവതരുന്ന അവകാശവും ഉദരഫലം അവിടെ നിന്ന് പ്രതിഫലവും അത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന വചനത്തോട് അടിയൻ വിശ്വാസത്തോട് ഏറ്റുപറയും. ദൈവമേ, അവിടുത്തേക്ക് ഹിതമെങ്കിൽ മറ്റുള്ള മുമ്പിൽ അടിയനുള്ള നിന്നയെ മാറ്റി അടിയനെ മറ്റുള്ള മുമ്പില് മാനപാത്രമാക്കി മാറ്റണമേ. അവിടുത്തേക്ക് ഹിതമെങ്കിൽ എനിക്ക് അവിടുന്ന് എലിശബാത്തിനെ അനുഗ്രഹിച്ചതുപോലെ എന്റെ ഉദരത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നിങ്ങളിത് ദിവസവും ഉരുവിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യം, മക്കളെന്ന സൗഭാഗ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്പുരാൻ തരും. നിങ്ങൾ ഇത് കൃത്യമായി തന്നെ ഈ വചനഭാഗം ധ്യാനിച്ച് ഈ പ്രാർത്ഥന ഉരുവിടുക. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.